ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കസ്റ്റഡിയിലായിരിക്കുന്നു. BS അനു ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനു, ഇപ്പോൾ തന്ത്രി കസ്റ്റഡിയിലായിരിക്കുന്നു. എന്താണ് പുറത്തേക്ക് വിവരങ്ങൾ? യുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും സുപ്രധാനമായ നീക്കത്തിലേക്ക് പ്രത്യേക സംഘം കടന്നിരിക്കുന്നു. അതായത് തന്ത്രി കണ്ഠർ രാജീവരെയും SIT കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. രാവിലെ മുതൽ തന്ത്രിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിൽ തന്ത്രി കണ്ഠർ രാജീവരുടെ പേര് നമ്മൾ ഉയർന്നു കേട്ടതാണ്. ഈ പത്മകുമാർ അടക്കമുള്ളവർ പല ഘട്ടങ്ങളിൽ തന്ത്രിയിലേക്ക് സൂചനകൾ നൽകുന്ന വിവരങ്ങൾ നൽകിയിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോകുമോ അല്ലെങ്കിൽ കസ്റ്റഡിയിലാകുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അവിശ്വസനീയമായിരുന്നു കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ഏതായിരുന്നാലും തന്ത്രി കണ്ഠർ രാജീവര് പ്രത്യേക സംഘത്തിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സംഗീത, അനു, ഇക്കാര്യത്തിൽ തന്ത്രി, അതായത് പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചത്, അതിന് വഴിവെച്ചത് ഈ തന്ത്രിയാണെന്നുള്ള കാര്യങ്ങളാണ് മുന്നേ തന്നെ കേട്ടിരുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണോ SIT? ഉടൻ അറസ്റ്റിലേക്ക് പോകുമെന്നുള്ള സൂചനകൾ അത് എത്രത്തോളം നിർണായകമായാണ് ഈ ഘട്ടത്തിൽ വരുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായി നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് നമുക്ക്, അല്ലെങ്കിൽ സൂത്രധാരൻ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് അത് തന്ത്രിയായ കണ്ഠർ രാജീവനാണ് എന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്ത് വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും മാത്രമല്ല, ഈ ശബരിമല സന്നിധാനത്തിൽ നിന്നും ഈ പറയുന്ന ഈ ഗോരപാലക ശില്പങ്ങൾ ഉൾപ്പെടെയുള്ള സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന മഹസറിൽ ഈ തന്ത്രിയും ഒപ്പിട്ടിരുന്നു. മാത്രമല്ല, ഈ പാളികൾ അറ്റകുറ്റപ്പണികൾ നടത്തണം എന്നുള്ള ആദ്യ ശുപാർശ നൽകിയതും തന്ത്രി കണ്ഠർ രാജീവരാണെന്ന് അടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്ത് വന്നിരുന്നതാണ്. ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠർ രാജീവരുടെ കസ്റ്റഡി കൂടെ ഉണ്ടായിരിക്കുന്നു. അറസ്റ്റിലേക്ക് നീങ്ങുമെന്നുള്ള സൂചനകളാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. ഈ തന്ത്രി അറസ്റ്റിൽ എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നമുക്ക് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. സംഗീത, അതായത് അനു, ഇക്കാര്യത്തിൽ തന്ത്രിയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ അവതരിപ്പിച്ചത്? അതിനുശേഷം തന്ത്രിയുമായി എത്രത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് ഏറെ നിർണായകമാണല്ലോ. അതിൽ വലിയ രീതിയിലുള്ള ദുരൂഹതകൾ അവശേഷിപ്പിക്കുമ്പോൾ ഇപ്പോൾ SIT കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഏതൊക്കെ ചുരുളുകൾ അഴിയാനുള്ള സാധ്യതകളുണ്ട്? ഈ തന്ത്രിയും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി അത് തന്നെയല്ലേ SIT ഘട്ടത്തിൽ ചോദ്യം ചെയ്ത് അറിയുക അല്ലെങ്കിൽ അന്വേഷിക്കുക? തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠർ രാജീവരുടെ ഇടപെടലുകൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം. ഒന്ന്, ഈ പറയുന്ന ഈ സ്വർണ്ണക്കൊള്ളയുടെ സൂത്രധാരനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അത് തന്ത്രി കണ്ഠർ രാജീവരാണ്. കാരണം ഈ ബാംഗ്ലൂരിലെ ശ്രീരാംപുരയിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് പിന്നീട് ശബരിമലയിലേക്ക് ഈ തന്ത്രിയുടെ അല്ലെങ്കിൽ തന്ത്രിയുടെ എല്ലാം കീഴ്ശാന്തിയുടെ സഹായി എന്ന രീതിയിൽ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവരിക എന്ന ചോദ്യം ആദ്യം മുതൽ ഈ പത്മകുമാർ അടക്കമുള്ളവർ ഏറ്റവും പ്രധാനമായും ഉയർത്തിയ ചോദ്യമാണ്. അവിടെയാണ് ഒരു സാധ്യത നിൽക്കുന്നത്. ഈ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രിയും തന്ത്രി കണ്ഠർ രാജീവരാണ്. അതായത് ശബരിമല തന്ത്രിയും കണ്ഠർ രാജീവരാണ്. അതുകൂടാതെ ശ്രീരാംപുരയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ജീവനക്കാരനായിരുന്ന പൂജാരിയായിരുന്ന ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലെയും തന്ത്രി കണ്ഠർ രാജീവരാണ്. അപ്പോൾ ഈ കണ്ഠർ രാജീവരുടെയുമായുള്ള ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ വലിയൊരു സ്വാധീന ശക്തിയായി മാറിയെന്നും വളരെയധികം പിടിപാടുള്ള ആളായി മാറിയെന്നും SIT പല റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഈ പറയുന്ന ഒരു സ്വാധീനം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അവിടെ തന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള അടുപ്പം അടക്കം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട്
പറഞ്ഞ് കേൾക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ കേസിലെ രണ്ടാമത്തെ അല്ലെങ്കിൽ ഈ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിയായ ഗോവർദ്ധൻ, അതായത് ബാംഗ്ലൂരിലെ ബെല്ലാരിയിലെ ജുവല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധൻ ആണല്ലോ ഈ ശബരിമല അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട സ്വർണം കൈപ്പറ്റി എന്ന് പറയുന്ന ആൾ. ആ പറയുന്ന ഗോവർദ്ധൻ്റെ ഈ റൊദ്ധം എന്ന് പറയുന്ന ജുവല്ലറി അത് ബാംഗ്ലൂരിലെ ബെല്ലാരിയിലാണ്. ആ ജുവല്ലറിയുടെ ഉദ്ഘാടനത്തിന് അവിടെ പ്രത്യേക പൂജ നടത്താൻ വേണ്ടി പോയത് കണ്ഠര് കുടുംബത്തിൽപ്പെട്ട കണ്ഠര് മഹേഷ് മോഹനാണ്. അതായത് ഇപ്പോഴത്തെ ശബരിമല തന്ത്രിയാണ്. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന തന്ത്രി കുടുംബത്തിന് ചില ബന്ധങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ഉയർന്ന ആരോപണമാണ്. ആ ആരോപണത്തെ ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഏതായിരുന്നാലും ഈ ഉണ്ണികൃഷ്ണ അല്ലെങ്കിൽ ഈ തന്ത്രി കണ്ഠര് രാജീവരെ ഇപ്പോഴും പ്രത്യേക സംഘം ചോദ്യം ചെയ്യുന്നു. കസ്റ്റഡിയിലാണ് എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അല്ലെങ്കിൽ കസ്റ്റഡിയിലാണ് എന്നുള്ള കാര്യം അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു. അറസ്റ്റിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും അനു പറഞ്ഞു വെച്ചതിൽ നിന്ന് ഈ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ചുരുളുകൾ അഴിഞ്ഞഴിഞ്ഞു വരുമ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അതിലേക്ക് ഒന്നുകൂടി ചൂടിനിറങ്ങി വരുമ്പോൾ ഈ കണ്ഠര് രാജീവർ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമേജ് അദ്ദേഹം പുറത്തേക്ക് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇവരെ ബന്ധിപ്പിക്കുന്നതുമായി പല കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ ഈ കണ്ഠര് വഹിച്ചിട്ടുള്ള സ്വാധീനം എന്ന് പറയുന്നത് വലുതാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ തീർച്ചയായും SIT ഇതിന്റെ ചുരുളുകൾ അഴിച്ചഴിച്ച് വരുമ്പോൾ അതിൽ വലിയ രീതിയിലുള്ള നിർണായകമായ പങ്ക് കണ്ഠര് രാജീവർക്കുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയല്ലേ മുന്നോട്ടേക്ക് പോകുന്നത്. അതിൽ തന്നെ ഇത് വളരെ വലിയ നിർണായകമായ ഒരു അറസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ആ തരത്തിൽ അത് ഉണ്ടാകുകയുമില്ലേ? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായും പറയാൻ കഴിയുക ഈ പറയുന്ന ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരും അല്ലെങ്കിൽ അതിൻ്റെ ഭരണ സ്ഥാനത്തിരുന്ന ആൾക്കാരുമാണല്ലോ ഇതുവരെയും പ്രതികൾ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഗോവർദ്ധനോ ഈ പറയുന്ന പങ്കജ് ഭണ്ഡാരിയോ ഒഴിവാക്കിയാൽ ബാക്കി എല്ലാവരും ജീവനക്കാരും അല്ലെങ്കിൽ എൻ്റെ ഭരണ തലപ്പത്ത് ഇരുന്ന ആൾക്കാരുമാണ്. ഇവിടെ തന്ത്രി കുടുംബത്തിലേക്ക് പോകുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് തന്ത്രിയിലേക്ക് പ്രധാനമായും ആരോപണങ്ങൾ വരുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇപ്പോൾ ജയശ്രീ ഇന്ന് ചോദ്യം ചെയ്ത നേരത്തെ ദേവസ്വം സെക്രട്ടറിയായിരുന്ന ജയശ്രീ ആയിക്കോട്ടെ അല്ലെങ്കിൽ വാസു ആയിക്കോട്ടെ, ഇവരൊക്കെ ഈ ക്ലറിക്കൽ സാങ്കേതികമായ പിഴവുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ശബരിമലയിൽ അറ്റകുറ്റപ്പണികൾ ആദ്യം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് തന്ത്രിയാണ് എന്ന് പത്മകുമാർ ആദ്യം മുതൽ പറഞ്ഞിരുന്നു.